ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ എങ്ങോട്ട് കടക്കാം, ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹിമാലയൻ നദികളാണ്, ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗംഗയെക്കുറിച്ച് പറയുകയാണ്. അപ്പം ഗംഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ആൻസർ ഗംഗ. ലോങ്സ്റ്റ് റിവർ ഓഫ് ഇന്ത്യ, ആൻസർ ഗംഗ. അതുപോലെ ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഗ്ലേസിയർ, ഗംഗോത്രി ഗുഹകളിൽ നിന്നുമാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഗംഗ ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ഗംഗോത്രി ഗ്ലേസിയർ. ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നും അല്ലെങ്കിൽ ഗംഗോത്രി ഗുഹകളിൽ നിന്നുമാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അതുപോലെ ഗംഗയെക്കുറിച്ച് പറയുമ്പോൾ ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ്. എന്നിട്ട് 2008 മുതൽ ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ് കേട്ടോ. നാഷണൽ റിവർ ഓഫ് ഇന്ത്യ, ആൻസർ ഗംഗ. നാഷണൽ റിവർ ഓഫ് ഇന്ത്യ, ആൻസർ ഗംഗ. അതുപോലെ ഗംഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഗ വാസ് ഡിക്ലെയർഡ് ആസ് നാഷണൽ റിവർ ഓൺ 2008. 2008 മുതൽ ഗംഗ ആ ദേശീയ നദിയാണ്. അതുപോലെ ഗംഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അളകനന്ദയും ഭഗീരഥിയും ഒന്നിച്ച് ഗംഗയായി മാറുന്നത് എവിടെ വെച്ചാണ്? ദേവപ്രയാഗിൽ വെച്ചാണ്. ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദയും ഭഗീരഥിയും ഒന്നിച്ച് എന്തായി മാറുന്നു? ഗംഗാ നദിയായി മാറുകയാണ് കേട്ടോ. Alagananda and Bhagirathi joins to form Ganga at Devaprayag. ദേവപ്രയാഗിൽ വെച്ച് ഗംഗ എന്ത് ചെയ്യുന്നു? അളകനന്ദയും ഭഗീരഥിയും യോജിച്ച് എന്തായി മാറുന്നു? ഗംഗാ നദിയായി മാറുന്നു. അപ്പം ഗംഗയുടെ പഴയകാല പേരെന്താണ്? ഗംഗയ്ക്കൊരു പഴയകാല പേരുണ്ട്. ഗംഗയുടെ പഴയകാല പേരാണ് കീർത്തിനാശിനി. ഓൾഡ് നെയിം ഓഫ് ഗംഗ, ആൻസർ കീർത്തിനാശിനി. കീർത്തിനാശിനി വാസ് ദ ഓൾഡ് നെയിം ഓഫ് ഗംഗ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഗംഗ ബംഗ്ലാദേശിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ഗംഗ ഈസ് നോൺ ആസ് പത്മ ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ഗംഗ എങ്ങനെ അറിയപ്പെടുന്നു? പത്മ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? യമുനയാണ്. ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ, ആൻസർ യമുന. ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ, ആൻസർ യമുന. അതുപോലെ ഗംഗ എന്ന് പറഞ്ഞു. ഗംഗ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് ഇന്ത്യ, ആൻസർ ഗംഗ. ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് ഇന്ത്യ, ആൻസർ ഗംഗ. അല്ലെങ്കിൽ ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോവിംഗ് ഹിമാലയൻ റിവർ ഓഫ് ഇന്ത്യ, ആൻസർ ഗംഗ. അതുപോലെ ഗംഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഗംഗാ ശുചീകരണ പദ്ധതി. ഗംഗാ ശുചീകരണ പദ്ധതി ഏതാണ്? നമാമി ഗംഗ. നമാമി ഗംഗ, ക്ലീൻ ഗംഗ പ്രോജക്റ്റ്, ആൻസർ നമാമി ഗംഗ. നമാമി ഗംഗ പ്രോജക്റ്റ് സ്റ്റാർട്ടഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 2014. 2014 നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് നമാമി ഗംഗ ആരംഭിച്ചത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഗംഗയെക്കുറിച്ച് പറയുകയാണ്. ഗംഗയുടെ പതനം എവിടെയാണ്? ഗംഗ എവിടെ പതിക്കുന്നു? ഗംഗ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. അപ്പോൾ എവിടെയായിരിക്കും പതിക്കുന്നത്? ബംഗാൾ കടൽ. ഗംഗ ഫാൾസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ. ഗംഗ ഫാൾസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ, അത് ബംഗാൾ കടലിൽ പതിക്കുന്നു. അതുപോലെ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളായ വാരണാസി, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളായ വാരണാസി, അതുപോലെ പാട്ന, ഹരിദ്വാർ എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗംഗാതീരത്താണ്. The major cities ഹരിദ്വാർ, വാരണാസി ആൻഡ് പാട്ന, these are located on the bank of river ഗംഗ. ഗംഗയുടെ തീരത്താണ് ഈ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗംഗ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതീയരുടെ പുണ്യനദി കൂടിയാണ് ഗംഗ. എനിക്ക് 2017 ഗംഗാ നദിയെ കാണുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 2017 ഞാൻ ഹയർ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട്
നോർത്ത് ഇന്ത്യയിൽ പോവുകയുണ്ടായി. അന്ന് ഈ ഗംഗാനദിയെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി കേട്ടോ. അപ്പോൾ ഗംഗയെക്കുറിച്ച് മനസ്സിലായത്. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ച് പറയുകയാണ്? യമുനയെക്കുറിച്ച് പറയുകയാണ്. യമുന എന്ന് പറയാം ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷകനദി ഏതാണ്? യമുനയാണ്. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷകനദി, ആൻസർ യമുന. ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ, ആൻസർ യമുന. ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ, ആൻസർ യമുനയാണ്. യമുനയുടെ പഴയകാല പേരുണ്ട്. യമുനയുടെ പഴയകാല പേരാണെന്ത്? കാളിന്തി. ഓൾഡ് നെയിം ഓഫ് റിവർ ഗംഗ, ഓൾഡ് നെയിം ഓഫ് യമുന, ആൻസർ എന്താണ്? കാളിന്തി. ഓൾഡ് നെയിം ഓഫ് യമുന, ആൻസർ കാളിന്തി. യമുനയുടെ പഴയകാല പേരായിരുന്നു കാളിന്തി. അതുപോലെ യമുനയെ കുറിച്ച് പറയുകയാണെങ്കിൽ യമുന ഗംഗയോട് ചേരുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? എവിടെ വെച്ചാൽ അലഹബാദിൽ വെച്ച് യമുന എന്ത് ചെയ്യുന്നു? ഗംഗയോട് ചേരുകയാണ്. അലഹബാദിൽ വെച്ച് യമുന ഗംഗയോട് ചേരുകയാണ് കേട്ടോ. യമുന ഫാൾസ് ഇൻ ടു ഗംഗ അറ്റ് അലഹബാദ്. അലഹബാദിൽ വെച്ച് എന്ത് ചെയ്യുന്നു? യമുന ഗംഗയോട് ചേരുകയാണ്. അതുപോലെ അലഹബാദിൻ്റെ പുതിയ പേരെന്തോ? അലഹബാദിൻ്റെ പുതിയ പേരുണ്ട്. എന്താണ്? പ്രയാഗ്രാജ്. ന്യൂ നെയിം ഓഫ് അലഹബാദ്, ആൻസർ പ്രയാഗ്രാജ്. ത്രിവേണി സംഗം എവിടെയാണ്? അലഹബാദ്. ത്രിവേണി സംഗമം അലഹബാദ്. അതുപോലെ തന്നെ ഗംഗയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. യമുനയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. യമുനയാണ് ഗംഗയുടെ ഡൽഹി അതുപോലെ തന്നെ മധുര, വൃന്ദാവൻ. ഡൽഹി, മധുര, വൃന്ദാവൻ, താജ്മഹൽ. These are located on the bank of river Yamuna. ഇവയൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നു? യമുനാ തീരത്താണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഡൽഹി, ആഗ്ര, നോയിഡ, മധുര, താജ്മഹൽ. ഇവയൊക്കെ എന്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? യമുനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുകയാണ്. നമ്മൾ യമുനയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഗംഗ യമുനയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത്രയും മതി. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസും സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ദീപം ലോ അക്കാഡമിയിലെ സ്റ്റുഡൻസൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെയുള്ള സ്റ്റുഡൻസാണ്. ഫോറിൻ കൺട്രീസിൽ പഠിച്ചവരാണ്. അതുപോലെ കുറച്ച് സ്റ്റുഡൻസ് നോർത്ത് ഇന്ത്യയിൽ പഠിച്ചവരാണ്. അപ്പോൾ അവർക്ക് കേട്ടോ മനസ്സിലാകട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും കാണാവുന്നതാണ്. 2 ഇംഗ്ലീഷിലും നമ്മൾ പറയുന്നുണ്ട്, മലയാളത്തിലും പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ മലയാളത്തിലെ ഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ് നടത്തുന്നത് കേട്ടോ. ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ. വളരെ സിമ്പിളായ വേർഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോംപ്ലിക്കേറ്റഡായ ലാംഗ്വേജ് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. വീഡിയോ കാണുന്നവരൊക്കെ വീണ്ടും വീഡിയോ കാണുക കേട്ടോ. വീഡിയോ കാണുന്നവർക്ക് വീഡിയോ കാണുക. തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവും? വീഡിയോ കാണുന്നവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ എന്ത് തുടങ്ങുന്നു? അവിടെ ജീവിതം തുടങ്ങുന്നു എന്നാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ ഭയപ്പെട്ടിരിക്കുവാൻ പാടില്ലെന്നാണ്. നമുക്കൊക്കെ പലതരത്തിലുള്ള ഭയമാണ്. ഏത് കാര്യങ്ങൾക്കും ഭയമാണ്. അങ്ങനെയല്ല. നമ്മൾ നന്മയിലൂടെ ആയിരിക്കണം. നമ്മുടെ ഏത് പ്രവർത്തികളും നന്മയിലൂടെ ആയിരിക്കണം. അത് വേറെ കാര്യം. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിൽ നിന്നും എന്തിനെ അകറ്റി നിർത്തുക? ഭയത്തെ അകറ്റി നിർത്തുക കേട്ടോ. നന്മയുള്ളൊരു മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല? ഭയമുണ്ടാവില്ലെന്നാണ് കേട്ടോ. നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളാണോ നിങ്ങൾ എങ്കിൽ ഭയം നമ്മുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുകയില്ലെന്നാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷകളുമാണ്. ഈ ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷകളും ഇല്ല എങ്കിൽ എന്തില്ല? ഒരു മനുഷ്യനില്ലെന്നാണ് കേട്ടോ. ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷകളുമാണ് ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത് കേട്ടോ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ എന്താണ്? ജീവിതത്തിൽ വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. അങ്ങോട്ട് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോകും. ഒരുപാട് പറയും. വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അത് തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്തൊക്കെ വീഡിയോ കാണുക.